ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മൾ ചിക്കൻ വെച്ചിട്ടാണ് ഈ സ്നാക്ക് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിനകത്ത് ബോൺലെസ് ചിക്കനാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ബോൺലെസ് ചിക്കൻ തന്നെ ഉപയോഗിച്ച് തന്നെ നമ്മളിത് കുക്ക് ചെയ്യണം. അതുപോലെ ഇത് 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അതുപോലെ തന്നെ സോസ് കൂട്ടി കഴിക്കാൻ ഇത് അടിപൊളി ടേസ്റ്റുമാണ്. ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ഞാനിവിടെ ഒരു മിക്സർ ജാറിലേക്ക് ബോൺലെസ് ചിക്കൻ എടുക്കുകയാണ്. നന്നായിട്ട് വാഷ് ചെയ്ത് ഇതുപോലെ ചെറിയ പീസസ് ആക്കിയിട്ടുള്ള ചിക്കനാണ്. ഞാനിവിടെ ഏകദേശം ഒരു 500 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതിന് നമുക്ക് അരച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടായിട്ട് ഇടാനാണെങ്കിൽ അങ്ങനെ ഇട്ടാലും മതി. ഒരുമിച്ചിട്ട് അരയ്ക്കാനാണെങ്കിൽ ഞാനിപ്പോൾ ഒരുമിച്ചിട്ടാണ് 500 ഗ്രാമും അരച്ചെടുക്കാൻ പോകുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് ഒനിയൻ ചേർക്കണം. ഞാനിവിടെ ഒരു മീഡിയം സൈസ് ഒനിയനാണ് എടുത്തിട്ടുള്ളത്. 3 എണ്ണം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ജസ്റ്റ് അരച്ചെടുക്കണം. ഇനി അതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് കാശ്മീരി ചില്ലി പൗഡറാണ്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് ചില്ലി ഫ്ലേക്സ്, അത് 1 ടീസ്പൂൺ മതിയാവും. പെപ്പർ പൗഡറും 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. എരിവിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി വേണ്ടത് സോയാ സോസാണ്. 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി 1 ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇനി 1 മുട്ട നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി വേണ്ടത് കൊറിയാണ്ടർ ലീവ്സ് ആണ്. കുറച്ച് മതിയാവും. ഇനി ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക. ഇതുപോലെ നമുക്ക് അരച്ചെടുക്കണം. ആദ്യം ഞാൻ ചിക്കനും ഒനിയനും കൂടി ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇതെല്ലാം കൂടി ചേർത്തിട്ട്, പൊടികളെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. ഇതിന് ഞാനൊരു വലിയ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കൂടി ചേർക്കണമെങ്കിൽ ഒരു വലിയ ബൗളിലേക്ക് നമുക്കിത് മാറ്റി കൊടുക്കാം. ഇനി ഞാനിവിടെ വേറൊരു മിക്സർ ജാറിലേക്ക് കുറച്ച് ബ്രെഡ് സ്ലൈസസ് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 7-8 എണ്ണം നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ചെറിയ പീസ് ആക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് നമുക്ക് പൊടിച്ചെടുക്കണം. ഇതിൻ്റെ കറക്റ്റ് അളവ് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം നമ്മൾ ആ മിക്സിലേക്ക് ചേർക്കുന്നതനുസരിച്ചാണ് ഇത് അളവ് പറയാൻ പറ്റുള്ളൂ. നമുക്കിത് ആദ്യം തന്നെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇവിടെ ബ്രെഡെല്ലാം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന ചിക്കൻ്റെ മിക്സാണ്. ഇതിപ്പോൾ നല്ല ലൂസായിട്ടാണ് ഇരിക്കുന്നത്. നമുക്കിതിൽ ഷേപ്പ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ അതിനായിട്ട് നമുക്കിത് കുറച്ചും കൂടി തിക്കാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പൊടിച്ച് വെച്ച ബ്രെഡ് നമുക്ക് കുറച്ചായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഓരോ പ്രാവശ്യം ചേർത്തിട്ടൊന്ന് ഇളക്കി നോക്കുക. നമുക്ക് കയ്യിൽ കുറച്ച് പീസ് എടുത്ത് നോക്കുമ്പോൾ അറിയാം അത് ഷേപ്പ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു രീതിയിലാവുന്നിടം വരെ നമ്മൾ ബ്രെഡിൻ്റെ പൊടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, ഇത് കറക്റ്റ് അളവ് നമുക്ക് ആദ്യമേ തന്നെ പറയാൻ പറ്റില്ല. ഇത് തിക്കാവുന്ന അനുസരിച്ചാണ് നമ്മൾ ബ്രെഡിൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓരോ പ്രാവശ്യം കുറേശ്ശെ ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് നോക്കണം. ഇപ്പോഴും നമുക്ക് 2 സ്പൂൺ ഇട്ടിട്ടും ആയിട്ടില്ല, കുറച്ചും കൂടി തിക്കാവാനുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ഷേപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ അതനുസരിച്ച് കുറച്ചും കൂടി പൊടി ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഓരോ പ്രാവശ്യവും നോക്കിയിട്ട് മാത്രം നമ്മൾ പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു രീതിയിലാവുന്നിടം വരെ നമ്മളിതിലേക്ക് ബ്രെഡ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പം നല്ല തിക്കായിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഷേപ്പ് ചെയ്യാനൊക്കെ ഈസി ആയിട്ട് വരും. ഇതുപോലെ ആക്കിയെടുക്കുക. ഇനി നമ്മൾ ആദ്യമേ നമ്മളിപ്പം പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ മിക്സ് എടുത്ത് വയ്ക്കുക. അതുപോലെ തന്നെ 1 മുട്ട ഞാനിവിടെ നിന്ന് ജസ്റ്റ് ബീറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്, റസ്ക് പൊടി. അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്ക്യൂവറാണ്. ഞാനിത് കുറച്ചുകൂടി നീളത്തിലുള്ള സ്ക്യൂവറാണ്. അത് 2 ആയിട്ടൊന്ന് നടുവേ വെച്ചിട്ട് ഒന്ന് മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് സെറ്റ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ കയ്യിൽ ആദ്യമേ കുറച്ചൊരു എണ്ണ പുരട്ടി കൊടുക്കുക, കാരണം ഇത് കയ്യിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ ഈ മിക്സിൽ കുറച്ച് പോർഷൻ എടുക്കുക കയ്യിൽ. അത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് കയ്യിൽ വെച്ചിട്ടൊന്ന് ഷേപ്പ് ആക്കിയിട്ട് അതിലേക്ക് നമുക്കൊരു സ്ക്യൂവർ ഇതുപോലെ ഞാനിത് കാണിച്ചിരിക്കുന്ന പോലെ നിങ്ങളൊന്ന് വെക്കുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് അതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക.
ഇതുപോലെ നല്ല ഷേപ്പിലാക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയിലൊന്ന് മുക്കുക. അതിനുശേഷം നമ്മൾ ബ്രെഡ് ക്രംസിലൊന്ന് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക. അതുപോലെ ബ്രെഡിലെല്ലാം നല്ലോണം എല്ലാ ചുറ്റിനും ബ്രെഡ് ക്രംസ് വരുന്ന രീതിയിൽ നമ്മളത് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ നമ്മൾ ഓരോ പീസസും പ്രിപ്പയർ ചെയ്തെടുക്കണം. ഇതുപോലെ നമുക്കിനി ബാക്കിയുള്ള പീസസും കൂടെ പ്രിപ്പയർ ചെയ്തെടുക്കാം. ഞാനിവിടെ കുറച്ച് പീസസ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ കുറച്ച് എണ്ണ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ഓരോ പീസസായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ തീയ ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ മാത്രമേ വെക്കാവുള്ളൂ. കാരണം ഇത് നമ്മൾ ചിക്കൻ വേവിച്ചതല്ല. അപ്പോൾ ഇതിൽ കിടന്ന് തന്നെ നമ്മുടെ ചിക്കൻ വേവണം. അതുകൊണ്ട് തീ കുറച്ച് വെച്ച് തന്നെ നമ്മളിത് വേവിക്കുക. അതുപോലെ എല്ലാ സൈഡും നമ്മൾ തിരിച്ചിട്ട് എല്ലാ സൈഡും നല്ല ഒരുപോലെ നമ്മൾ വേവിച്ചെടുക്കണം. ഇത് പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. നമ്മളിതുപോലെ എല്ലാ സൈഡും മാറ്റി ഇട്ട് കൊടുക്കണം. എല്ലാ സൈഡും ഒരുപോലെ ഗോൾഡൻ കളർ ആകുന്നിടം വരെ, ബ്രൗൺ കളർ ആകുന്നിടം വരെ നമ്മൾ ഇത് തിരിച്ചിട്ട് കൊടുത്തിരിക്കണം. ഒരു സൈഡ് മാത്രമായിട്ട് ഇട്ടുകൊണ്ടിരിക്കുക. എല്ലാ സൈഡ് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ മാറ്റി ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് വെറും 10 മിനിറ്റിനുള്ളിൽ നമുക്കിത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കാം. അതൊരു കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. ഇപ്പോൾ ഏകദേശം ഒരു ഗോൾഡൻ കളർ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാ സൈഡും ഒന്ന് ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ ചേഞ്ചൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് പക്ഷേ കുറച്ചും കൂടി ഒന്ന് മുരിഞ്ഞു വരണം. ഇപ്പോൾ നമ്മുടെ സ്നാക്ക് നല്ല റെഡി ആയിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. നല്ല മുരിഞ്ഞു വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. അടിപൊളി സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഇനി നമുക്ക് ബാക്കിയുള്ള സ്നാക്സ് എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന എല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇത് സോസും കൂടി ചേർത്ത് തന്നെ നമ്മൾ കഴിക്കുക. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. അതുപോലെ തന്നെ ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് താങ്ക്സ്.